ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന നേരിട്ട പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. വലിയ ദുരിതത്തിലൂടെയാണ് ഇവർ കടന്നുപോയത്. നിരവധി തവണ സർക്കാരിനോട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും കാര്യമായ പരിഗണനയൊന്നും തന്നെ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഹർഷിനയുടെ ചികിത്സ ഏറ്റെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ കോഴിക്കോട് DCCയിൽ വെച്ച് ആദ്യ ഗഡു കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹർഷിന നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ UDF ഒടുവിൽ നിങ്ങളുടെ ഒരു ചികിത്സ ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ അതിനോടൊരു പ്രതികരണം? നമ്മൾ ഇത്രയും കാലം 8 വർഷത്തോളമായല്ലോ, വളരെയധികം പ്രയാസത്തിൽ, ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടാണ് വീണ്ടുമുള്ള സർജറികളൊക്കെ. അപ്പോൾ തുടക്കം മുതലേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിനോട്. നമ്മൾ നഷ്ടപരിഹാരം പറയുന്ന ഒരു ചികിത്സാ ചെലവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തുടർ ചികിത്സ ലഭ്യമാക്കണം എന്നുള്ളത്. പക്ഷേ എന്നും കൂടെ ഉണ്ടാവും എന്നിങ്ങനെ വാക്കുകൊണ്ട് പറയാന്നല്ലാതെ എടുത്തിട്ട് 3 വർഷമായിട്ടും ഇതുവരെ നമ്മൾ നിരന്തരം സമര പോരാട്ടങ്ങൾ നടത്തിയിട്ട് പോലും കൂടെ ഉണ്ടാവും എന്നല്ലാതെ ഒരു തരത്തിലും പ്രവൃത്തിയിൽ അത് വന്നിട്ടില്ല. ആ ഒരു സമയത്ത് സമരസമിതി നമ്മൾ കൂടെ ശക്തമായി നിന്നു. അതിൻ്റെ ഒരു ഫലമായിക്കൊണ്ട് തന്നെ നമ്മളെ UDF പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടത്തിയ ഒരു സമരത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനവും സന്തോഷവും നൽകുന്നുണ്ട്. കാരണം ശാരീരികമായിട്ട് വളരെ പ്രയാസത്തിലേക്ക് പോയിക്കൊടുക്കുകയാണിത്. ദിവസം കൂടുന്തോറും അങ്ങനെ ശരീരം അത്രയും തളർച്ചയിലേക്കാണ്. അപ്പോൾ നല്ലൊരു ചികിത്സക്ക് പോകാൻ കഴിയുന്ന ഒരു സാമ്പത്തികാവസ്ഥയിലല്ല ഞങ്ങളുള്ളത്. അപ്പോൾ പല സമയത്തും നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അതിനൊരു തയ്യാറായിട്ടില്ല. ആ ഒരു സമയത്ത് ഈ ഒരു UDF ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സമാധാനം, മനുഷ്യത്വത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ആണല്ലോ ഇപ്പം ഉണ്ടായൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. ഇനി നിലവിൽ മുന്നോട്ട് എങ്ങനെയാണ് എന്തെങ്കിലും പോരാട്ടം നടത്തുന്നത്? എങ്ങനെയാണ് നമുക്ക് അർഹമായ നഷ്ടപരിഹാരം, പിന്നെ ഇത് ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ എന്നുള്ള രൂപത്തിൽ തന്നെ നമ്മൾ ശക്തമായി മുന്നോട്ട് തന്നെ നീതി ലഭിക്കുന്നത് വരെ നമ്മളെ കൂടെ അത്രയും ശക്തമായിട്ട് ഇവർ കൂടെ ഉള്ളത് തന്നെ നമുക്ക് വളരെയധികം സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും നീതി ലഭിക്കും വരെ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. ആദ്യ ഗഡുവായിട്ടാണ് 1 ലക്ഷം രൂപ നൽകിയത്. ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൈമാറിയ തുകയാണ് ഞാനിന്ന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വം നടന്ന ലളിതമായ ചടങ്ങിൽ ഹർഷിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത്. അവർക്ക് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നീതി ലഭിക്കാൻ ഹർഷിനോടുള്ള പോരാട്ടത്തിന് ഒപ്പം കോൺഗ്രസും UDFും ഉണ്ടാവും. നീതി തേടും വരെ നമ്മൾ പോരാട്ടമായി പോകും. പിന്നെ ഒരു കാര്യം പറയാം, ഇത് ഒക്ടോബർ മാസമാണ് കഴിഞ്ഞു. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്യിൽ ഒരു പുതിയ പ്രഭാതം കേരളത്തിൽ പൊട്ടിവിടരും. അന്ന് UDFകാരനായിരിക്കും മുഖ്യമന്ത്രി. UDF സർക്കാർ പരിഗണിക്കുന്ന പ്രശ്നങ്ങളിലെ പ്രഥമ പരിഗണന ഹർഷിന വിഷയത്തിൽ ഉണ്ടാകുമെന്നും ഏതായാലും UDF സഹായിച്ചിട്ടുണ്ട് ഹർഷിനയെ. അതേസമയം ആ പോരാട്ടം തുടരാൻ തന്നെയാണ് ആ തീരുമാനം. നീതി ലഭിക്കും വരെ പോരാട്ടവുമായി മുന്നോട്ട് പോകും തന്നെയാണ് ഹർഷിന വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.